ഹായ് ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ വാരണാസിയിലുള്ളതാണ്. ഇതാണ് അപ്പോൾ ഇന്നൊരു ഡേ ഔട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടു നോക്ക്. ഹായ്, അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാനിപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. 9:30 കഴിഞ്ഞു. ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴാണ് നമ്മൾ റെഡിഷിന് പോവുക, ഔട്ടിങ്ങിന് പോണത്. അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ജിലേബി ഉണ്ട്, പിന്നെ തൈര്. ഐ വിൽ ഷോ യു. ഓക്കെ, അപ്പോൾ തൈരും സോസും ഇതാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. ഐ വിൽ ഷോ യു. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടില്ലേ, നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലത്തെ. അപ്പോൾ ആദ്യം തന്നെ ജിലേബി കഴിച്ചു നോക്കാം. ഇവിടെ ജിലേബിയും തൈരും ഒക്കെ കൂടി കൂട്ടിയാണ് കേട്ടോ കഴിക്കുക ഇവരൊക്കെ. ഇവരുടെ ടേസ്റ്റാണ്, അല്ല ഇവരുടെ കോംബോ ആയിരിക്കുമല്ലോ അത്, അങ്ങനെ കൂട്ടി കഴിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. തൈര് കൂട്ടി കഴിച്ചിട്ട് നമ്മളെല്ലായിടത്തും പോയി കഴിഞ്ഞാലും അവിടുത്തെ ഫുഡൊക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമല്ലോ, അഡ്ജസ്റ്റ് ചെയ്ത് വരണമല്ലോ. ഈ തൈരിൽ കുറച്ച് ഉപ്പിടാം കേട്ടോ നമുക്ക്. ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം. ഇവരൊക്കെ ചിലർ ഷുഗർ ആഡ് ചെയ്യും, ചിലർ ഉപ്പ് ആഡ് ചെയ്യും. ഞാൻ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. എന്തായാലും ഞാനിപ്പോൾ എൻ്റെ റൂമിൽ വന്നിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ക്യാൻറ്റീനിൽ ഇരുന്ന് കഴിക്കാം ഞാൻ, പക്ഷെ റൂമിൽ വന്നിരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇവിടുത്തെ തൈരൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ആലു പൊറോട്ട ടേസ്റ്റ് ചെയ്യാം. ലൈറ്റ് ഇങ്ങനെ അടിക്കണോണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും, ബട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. ചില ഫുഡാണ്, രാവിലത്തെ ഫുഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലത് ഉച്ചയ്ക്കും രാത്രിയിലത്തേക്ക് ചില ഫുഡ് ഉണ്ട്, അയ്യോ നമുക്ക് ചിലത് കഴിക്കാനേ പറ്റത്തില്ല. ചിലത് ഓക്കെയാണ്, ചിലത് ഇച്ചിരി പറ്റുകയില്ല. പിന്നെ ഇവിടെ വെജിറ്റേറിയനാണ്, ഫുൾ വെജിറ്റേറിയനാണ്, നോൺ വെജൊന്നുമില്ല. അപ്പം അതിൻ്റെ കുറച്ച് എനിക്ക് അങ്ങനെ നോൺ വെജ് കഴിക്കാനൊന്നും പിന്നെ കൊതിയൊന്നും തോന്നുന്നില്ല കേട്ടോ. അത് പിന്നെ കുഴപ്പമില്ല. ഞാൻ എന്തായാലും അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അന്നേരം ആവശ്യമായിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കണം. അപ്പം എന്തായാലും ശരി, ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷമൊക്കെ? സുഖമാണോ? നല്ലതുണ്ടോ? ജിലേബി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ ഒരു ദിവസം എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് എന്തായാലും ചെയ്യാം. പിന്നെ രാത്രി ഇവിടെയെന്ന് വെച്ചാൽ എന്താണ് ഇങ്ങനെ സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാവും. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചിലപ്പോൾ ലഡു, അല്ലെങ്കിൽ ഇതുപോലെ ജിലേബി, രസഗുള, ഗുലാബ് ജാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിലും ഈ നോർത്ത് സൈഡിലെ സ്വീറ്റ്സിന് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ജിലേബി ആയാലും നമ്മുടെ അവിടുത്തെ ടേസ്റ്റേ അല്ല, ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫുഡ് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ബൈ. സോ അങ്ങനെ നമ്മൾ റെഡിയൊക്കെ ആയി പോകാൻ പോവാണ് കേട്ടോ.
This is my outfit. I will show you. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഒരു പേർപ്പിൾ കളറ് ടീഷർട്ടും ആൻഡ് ജീനും ആയിരുന്നു. യാ Girls. वास्तव में इधर आओ। मुंह पे कर दो। फोटो Are you ready? Yes, क्यों खींच रहे हो तब से? അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 3 ബസ്സിലായിട്ടായിരുന്നു ഗേൾസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ബോയ്സും ഉണ്ടായിരുന്നു, ഹോസ്റ്റലിലുള്ള പിള്ളേരായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഈ സ്കൂള് പ്രോപ്പർ ലൊക്കേഷൻ ബനാറസിലാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വാരണാസിക്കാണ്. വാരണാസിക്ക് ഇവിടെ നിന്നൊരു കുറച്ച് ഒരു 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ റോട്ടിലൊക്കെ ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, മൊത്തം ഇതുപോലെ ഫ്ലവേഴ്സും ഇങ്ങനെ ഈ പന പോലത്തെ ചെടിയൊക്കെയാണ് കേട്ടോ. മൊത്തം ഇങ്ങനെയുള്ള നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഇപ്പം നമ്മുടെയൊക്കെ അവിടെയെന്ന് വെച്ചാൽ അങ്ങനെ ഞാനിങ്ങനെ നമ്മുടെ റോട്ടിലൊന്നും ഇതുപോലെ കൊച്ചിയിലൊന്നും ഒട്ടുമില്ല. നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെയാണുള്ളൂ, അല്ലാതെ ഇവിടെയൊന്നും അങ്ങനെ ഇല്ല. പിന്നെ ഇവിടെ എല്ലാ വീടുകളിലായാലും ഫ്ലാറ്റിലൊക്കെ ആയാലും ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കണ്ടില്ലേ, നല്ല ഭയങ്കര അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് പൂവൊക്കെ കാണാനായിട്ട്. എന്ത് രസമാണെന്നറിയാമോ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത്, ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഓരോ ഫ്ലാഗ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് ചോദിച്ചു എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം, ഈ ഫ്ലാഗ് എങ്ങനെ വെക്കണേൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് രാമിൻ്റെ മറ്റേ രാമൻ ഉണ്ടല്ലോ, രാമിൻ്റെ എന്തോ ഒരു പ്രതീകമായിട്ടാണ് ഈ ഫ്ലാഗ് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഓട്ടോ കണ്ടോ, അയ്യോ ഞാൻ റോട്ടിൽ കൂടെ ഒത്തിരി ഓട്ടോസ് അതുപോലത്തെ പോകണുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലാഗ് വെക്കണേന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പിള്ളേരുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പിള്ളേരുടെ ഒരു ഔട്ടിങ്ങാണ്, ഹോസ്റ്റലിലുള്ള പിള്ളേരുടെ ഔട്ടിങ്. ഇവർക്കിങ്ങനെ ഇനിയല്ല, അപ്പം നമ്മളൊക്കെ ഹോസ്റ്റലിലുള്ളത് കൊണ്ട് നമ്മളും കൂടെ പോകുന്നു. ഇവിടെ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. ഹോട്ടലിൻ്റെ പേര് റാഡിസൺ, അങ്ങനെയായിരുന്നു ഹോട്ടലിൻ്റെ പേര്. ഈ ഫ്ലവേഴ്സ് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഫ്ലവേഴ്സ്. ഇത് സീനിയർ ഗേൾസാണ് കേട്ടോ, +1 അങ്ങനെയൊക്കെ പഠിക്കുന്ന പിള്ളേരാണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഫ്ലവർ, ലൈക്ക് ശരിക്കും ഒറിജിനൽ ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഒറിജിനലാണെന്ന്. ഇവിടെ ഒരുപാട് ഈ ഹോട്ടലിൽ ഒരുപാട് ഫോറിനേഴ്സൊക്കെ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ ആണ്. കണ്ടില്ലേ, നല്ല ശരിക്കും ഒറിജിനൽ ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയാനുണ്ട്. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഈ പിക്ചർ, എന്ത് ഭംഗിയായിരുന്നു. നല്ല ഇതിപ്പോൾ വീഡിയോയിൽ അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഫോറിനേഴ്സും വിസിറ്റേഴ്സൊക്കെ വരണത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫുഡ് ടൈമാണ്, അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പുറം നിൽക്കുന്ന വേറൊരു മാം. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് ഒരു ഫ്രൂട്ട്സും അതെന്തോ ഒരു സോസായിരുന്നു കേട്ടോ അത്. പിന്നെ പനീർ ടിക്ക, വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഫുൾ വെജായിരുന്നു. പാസ്ത ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്തോ ഒരു സൈസ് നമ്മുടെ അവിടുത്തെ റുമാൽ റൊട്ടി പോലത്തെ എന്തോ ഒരു സാധനമാണ്. പിന്നെ വെജ് ബിരിയാണി, ഇവരിങ്ങനെ എല്ലാം സെർവ് ചെയ്യണം, നമ്മൾ തന്നെ എടുക്കല്ല, അവർ കൊണ്ടുവന്ന് തരികയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഓരോന്നായിട്ടാണ് കൊണ്ട് തന്നത്. ഫൈനലി നമ്മൾ ഐസ്ക്രീമും കൂടി തിന്ന് അവിടെ നിന്ന് പോരാൻ പോവാണ്. അധികം ഒന്നും എടുത്തില്ല. ഇതവിടെ ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവിടെ ഒരു ചെറിയ ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. ഒരുപാട് ചെറിയൊരു ഷോപ്പാണ്, എന്നാൽ അതിനകത്ത് സാരീസ് ഇതുപോലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ പിള്ളേരുടെ കൂടെ ചെറിയൊരു എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്.
എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിള്ളേരും ഭയങ്കര ഹാപ്പി. നമുക്കറിയാലോ ഇവിടെ 5th മുതൽ കുട്ടികളുണ്ട് കേട്ടോ. 5th മുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആക്ച്വലി. സോ അപ്പോൾ അവർക്കൊക്കെ ഓരോ എൻജോയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ തിരിച്ചെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഞാൻ മറന്നുപോയി, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ എന്നാ വിചാരിച്ചു കൺക്ലൂഡ് ചെയ്തേക്കാം. ഞാൻ അധികമൊന്നും എടുത്തില്ല കേട്ടോ, ബിക്കോസ് ഒന്നാമത് പിള്ളേരെൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ലൈക്ക് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ദിവസമായിരുന്നു അവർക്ക്, ന്യൂ സ്റ്റുഡൻസിന്. അപ്പോൾ റെഡിസൺ ഹോട്ടലിലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് പിക്സ് എടുത്തിട്ടുണ്ട്, അതാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നുപോകില്ല കേട്ടോ. അപ്പം ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇവിടുത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ഒരു ദിവസം എന്തായാലും ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ഞാൻ കഴിക്കുന്നത് എന്നുള്ളത് ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ബൈ.